ഹായ് വ്യൂവേഴ്സ്, എല്ലാവരും ചെയിൻ സ്റ്റിച്ചൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സോ നമുക്കിന്ന് ബീഡ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വളരെ ഈസിയാണ്. ചെയിൻ സ്റ്റിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാരമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ബീഡ്സ് വർക്ക് പഠിച്ച് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ട് ചെറിയ ത്രെഡാണ് ആവശ്യം. പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് വേണം. ഷുഗർ ബീഡ്സ് ഇല്ലെങ്കിൽ കുറച്ച് വലിയ ബീഡ്സ് ആയിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് ബീഡ്സ് വെച്ച് പഠിക്കുന്നതല്ലേ, കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ബീഡ്സ് എടുത്ത് വയ്ക്കാം. കുറച്ചെടുത്താൽ മതി. കത്രിക കൂടെ വേണം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ സാധാ ത്രെഡ് വർക്ക് ചെയ്യുന്ന നീഡിലാണ്. ഇതിൽ 2 ബീഡ്സൊക്കെ മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും കുഴപ്പമില്ല. മേളിൽ നിന്ന് താഴോട്ട് എപ്പോഴും ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നതാണൊക്കെ എടുക്കുക. അതിൽ 2 ബീഡ്സ് ആഡ് ചെയ്യുക. ഞാൻ ക്യാമറ ഓഫായി പോയി കേട്ടോ. ഞാനത് അറിയാതെയാണ് സ്റ്റിച്ച് ചെയ്ത് പോയത്. സോ ഒന്നുകൂടെ പറഞ്ഞുതരാം. മേളിൽ കൂടെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിൽ 2 ബീഡ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. ത്രൂ ഔട്ട് ലൈനാണെങ്കിൽ എപ്പോഴും നമ്മൾ 2 ബീഡ്സ് അല്ലെങ്കിൽ മാക്സിമം 4 ബീഡ്സ് വരെ ആഡ് ചെയ്യുക. പക്ഷെ കർവ്, ഈ വള്ളി പോലെയുള്ള ഡിസൈൻസൊക്കെ വരുമ്പോൾ നമ്മൾ 1 ബീഡ്സ് അല്ലെങ്കിൽ 2 ബീഡ്സ് ആയിരിക്കണം മാക്സിമം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ലൈനിട്ട് പഠിക്കുക. ഒരു 4 ബീഡ്സ് വരെ മാക്സിമം ലോഡ് ചെയ്യാം. വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ബീഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷനിലത് ബാധിക്കും. സോ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 or 2 ബീഡ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ എപ്പോഴും ചെയിൻ സ്റ്റിച്ച് എടുക്കുന്ന കണക്ക് താഴേന്ന് മുകളിലോട്ട് നൂല് കുത്തിയെടുക്കുക. അതിൽ 2 ബീഡ്സ് അല്ലെങ്കിൽ 3 ബീഡ്സോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തേക്ക് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ ഒന്ന് കുത്തി മേളിലോട്ടെടുക്കുക. ചെയിൻ സ്റ്റിച്ച് പഠിച്ചെങ്കിൽ ഈസിയാണ് കേട്ടോ. വേറെ ഇതിൽ നമുക്ക് സ്റ്റിച്ചിൽ വേറൊരു മാറ്റവും ഇതിൽ വരുന്നില്ല. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മണിക്കൂറൊന്നും ഇതിൽ കുത്തിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടിപ്പോയ ഒരു അരമണിക്കൂർ ഇതിൽ സ്പെൻഡ് ചെയ്താൽ മതി. ഈസി ആയിട്ട് ചെയ്യാം. ഒരുപാട് നേരം നമ്മൾ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ബോറാവുന്നത്. സോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. കുറച്ച് നേരം നമ്മൾ പഠിക്കുക. പിന്നെ നമ്മൾ പയ്യെ ടൈം ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. അതാകുമ്പോഴത്തേക്ക് നമുക്ക് കൈക്ക് പെയിൻ ഉണ്ടാവില്ല, നടുവേദനയും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കഴുത്ത് വേദനയൊക്കെ നോർമലി ഇതിൽ വരുന്നതാണ്. ബട്ട് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാറുന്നതാണ്. പിന്നെ കൈ വഴക്കിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരാവശ്യം. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇനിയിപ്പോൾ സ്പീഡപ്പ് ചെയ്താലോ? അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ നോട്ട് വെച്ച് അവസാനിപ്പിക്കുക. എല്ലാവരും ട്രൈ ചെയ്യില്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.